ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഇന്നത്തെ SSLC സോഷ്യൽ സയൻസ്, ഹിസ്റ്ററി, ജിയോഗ്രഫി പരീക്ഷ കഴിയുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ കാണാൻ സാധിച്ചു. സത്യത്തിൽ വളരെയധികം മനസ്സ് നിറയ്ക്കുന്നതാണ്. നിങ്ങൾ എടുത്ത എഫർട്ടിന് 100-ലധികം റിസൾട്ട് ഉണ്ടായി എന്ന് കേൾക്കുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് മനസ്സ് മടുത്ത് പഠിച്ചൊരു സബ്ജക്റ്റ് ആയിരിക്കും ഹിസ്റ്ററി. ഇത്രയൊക്കെ പഠിക്കാനുണ്ടല്ലോ, പാഠഭാഗങ്ങൾ എണ്ണി എപ്പോൾ തീരും, ഏത് വരും, ഇതൊക്കെ പഠിക്കണമല്ലോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷനിൽ പരീക്ഷകളിലേക്ക് കടക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് സോഷ്യൽ സയൻസ്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയും, പെൺകുട്ടികളൊക്കെ ഏറ്റവും അവസാനം തിരിച്ച് മറിച്ചുമൊക്കെ നോക്കുന്ന, റിവിഷൻ ചെയ്ത് എത്ര റിവിഷൻ ചെയ്താലും തീരാത്തൊരു സബ്ജക്റ്റ് കൂടിയാണ്. ഓർ ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് തന്നെ കൺഫ്യൂസ്ഡ് ആണ്. പക്ഷേ SSLC 2025 സോഷ്യൽ സയൻസ് കഴിയുമ്പോൾ വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. കാരണം നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയെന്ന് ഒരുപാട് പേരുടെ കമൻറ്റുകൾ കണ്ടു. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് കൂടി കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. കാരണം മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ്, ഇംഗ്ലീഷും ഏകദേശം നല്ല അഭിപ്രായങ്ങൾ തന്നെ വന്നു. അപ്പോൾ ഈ 3 പരീക്ഷയും കഴിഞ്ഞ് യഥാർത്ഥ വിഷയങ്ങളിലേക്ക്, മാത്സ്, സോഷ്യൽ സയൻസ് എന്നുപോലെ ഇനി ശാസ്ത്ര വിഷയങ്ങൾ, അതിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഡൗട്ടുണ്ട്, എങ്ങനെയായിരിക്കും, മോഡൽ പരീക്ഷ പോലെ ആയിരിക്കുമോ, കടുപ്പം ഉണ്ടാകുമോ, മാർക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ സോഷ്യൽ സയൻസ് എളുപ്പമായി വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. താരതമ്യം കുട്ടികൾക്കെല്ലാം നല്ല എളുപ്പമായിരുന്നു, നല്ല വൃത്തി എഴുതാൻ പറ്റി. ആവറേജ് സ്റ്റുഡൻസിനെ പോലും A+ എത്തിക്കുന്ന തരത്തിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ സെറ്റ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന കാര്യം. എന്നാൽ ഇനി അങ്ങോട്ട് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പേപ്പർ നോക്കാൻ പോകുന്നത്, റിസൾട്ട് എന്താണ്, മറ്റ് മാർക്കുകൾ എങ്ങനെ ആഡ് ചെയ്യും, എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ ലഭ്യമാകുന്നതാണ്. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീഡിയോകളായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അതോടൊപ്പം ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് മാത്സ് പരീക്ഷയാണ്. മാത്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ചില വീഡിയോകൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ടിപ്സുകൾ എല്ലാം നമ്മുടെ ചാനലിൽ നമുക്കിപ്പോൾ നിലവിൽ ക്ലാസ്സുകൾ കൊടുക്കാൻ പറ്റുന്നൊരു സന്ദർഭത്തിലല്ല, അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഉൾപ്പെടെ നമ്മൾ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.